ഇപ്പൊ വിട്ടുപോയി എന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കേണ്ട കാര്യമില്ല. അഹങ്കാരമൊക്കെ അത്ര അധികം പോകുന്നതിൽ വിട്ടു, അത് സത്യമാണ്. എനിക്ക് വ്യക്തിപരമായ ഇതിൽ അറിയില്ല. എനിക്ക് വ്യക്തിപരമായ ഇതിൽ ഒരു വൈരാഗ്യവുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഈ കേസിന് ജയിച്ച കേസാണ്. പിന്നെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ ഞാൻ അന്നും അതിജീവിതയുടെ അഡ്വക്കേറ്റാണ്. ഞാൻ നടത്തിയ കേസ് പെൻഡ്രൈവിന്റെ മെമ്മറി കാർഡിന്റെ കേസാണ്. ഈ കേസ് നടത്തുന്നത് അജുമാ സാറാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വക്കീലന്മാരും വരണ്ട, ആരും വരണ്ട. ഇവിടത്തെ ഒരു സാധാരണ വക്കീല് ആർഗ്യൂ ചെയ്താലും ആ കേസ് ജയിക്കും. ആ കേസ് ഞാൻ ജയിച്ചതാണ്. നല്ല കാര്യമല്ലേ, എനിക്ക് പ്രശസ്തിയാവല്ലേ ഞാൻ ചെയ്തത്. നേരത്തെ CPM-ന്റെ സജീവ പ്രവർത്തകയുമായ വർഗീസ് എന്ന ജഡ്ജിയെ പൊക്കി പറയേണ്ടതും പ്രശംസിക്കേണ്ടതും ശരിക്കും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാകണ്ടേ. പക്ഷെ കണ്ടില്ല, തിരിച്ചാണ് കാണുന്നത്. BJP-ക്കാർ ഭയങ്കരമായി. സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ്സ് ഇപ്പോൾ കേരള ഹൈക്കോടതിക്കടുത്താണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ലൈംഗിക അതിക്രമ കേസിൽ ആദ്യഘട്ടം മുതൽ വിധി വരെ അതിജീവിതയ്ക്കൊപ്പം നിന്ന അഡ്വക്കേറ്റാണ് ഇന്ന് നമ്മയോടൊപ്പം. അഡ്വക്കേറ്റ് TB മിനി. നമസ്കാരം. അഡ്വക്കേറ്റ് TB മിനി ഇപ്പൊ ഒരു ഐക്കണാണ്. രണ്ടു തരത്തിൽ. ഒന്ന് തോന്നുന്നത് ചില ആൾക്കാർ പറയുമ്പോൾ നീതിയുടെ പക്ഷത്തിന്റെ പ്രതിനിധിയാണ്, മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് വ്യാജത്വത്തിന്റെ പ്രതിനിധിയാണ്. പൊതുമനസാക്ഷി എപ്പോഴും ആദ്യം പറഞ്ഞ പക്ഷത്തിന്റെ കൂടെ നിൽക്കുകയും ആരാധക പക്ഷവും മറ്റും വേറൊരു പക്ഷത്തെ നിൽക്കുകയും ചെയ്യും. ഇപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിധി വന്ന കേസിനെ പറ്റിയാണ്, അല്ലെ? അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്തത് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി പൊതുവിൽ ആൾക്കാർക്കുണ്ട്. ഇനി ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും, അത് പോകുമോ? കേസ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആകാംക്ഷ അതാണ്. ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് ചിന്തിക്കുന്നത് ഇതിലൂടെ തീർന്നു. നമ്മൾ ഏതിലാണ് കൂടുതൽ പ്രതീക്ഷ കൊടുക്കേണ്ടത്? രണ്ട് കാര്യങ്ങൾ വളരെ തെറ്റാണ്. ഞാൻ അയക്കണല്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ വ്യാജയാണ് എന്റെ എതിർഭാഗത്തുള്ള ആളുകളോട് വിശ്വസിക്കുന്നില്ല. എന്നെ ഇതില് അതിജീവിതയെ അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, അതിജീവിതനെ അറ്റാക്ക് ചെയ്ത കേരളം പെട്ടെന്ന് അവർക്കെതിരായിട്ടുണ്ടാവും. എന്റെ കഴിവുകൾ കൊണ്ടാണ് ഈ കേസ് തോറ്റത് എന്ന നിലയിൽ വരുത്തി തീർക്കാനായിട്ടുള്ള ആദ്യം മുതൽ എന്നെ ഈ കേസിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ശ്രമം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേസിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനൊരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിജയം വരെ അതിന് എവിടെ വേണമെങ്കിലും പോകുന്ന എന്ത് റിസ്ക് ചെയ്യുന്ന ഒരാളാണ്. അതറിയാവുന്നവരാണ് ഈ 8ാം പ്രതിയുടെ വക്കീലന്മാരെല്ലാവരും. ഞങ്ങൾ കൂട്ടുകാരുമാണ്. എന്നെ അവർക്ക് ഒരു തരത്തിലും വ്യാജമായിട്ട് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ വ്യാജയാണെന്ന് അവർ വിചാരിക്കണേ ഉണ്ടാവില്ല. ആരോപണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അതാണ് വാക്കുകൾ ശ്രദ്ധിച്ച് ചെയ്യണത്. അതായത് നമുക്ക് അവരങ്ങനെ കരുതുന്നേ ഇല്ല. ഞാൻ വളരെ സിൻസിയർ ആണ് ഉള്ളത് കൊണ്ടാണ് എനിക്കെതിരെ ഈ ആക്രമണം ഇത്രയും ശക്തമായിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് അവരെ സംബന്ധിച്ച പ്രശ്നം തന്നെയാണ്. ഞാൻ ഇതില് അതിജീവിതയുടെ കേസ് ഒരു കേസാണ് ഞാൻ ചെയ്തത്. അത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിനെ വിജയിച്ചു മാത്രമല്ല, അത് വിജയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കോടതിക്കും എനിക്ക് ആദ്യം അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വക്കീലന്മാരും വരണ്ട, ആരും വരണ്ട. ഇവിടത്തെ ഒരു സാധാരണ വക്കീല് ആർഗ്യൂ ചെയ്താലും ആ കേസ് ജയിക്കും. ആ കേസ് ഞാൻ ജയിച്ചതാണ്. കാരണം ഒരു മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യപ്പെട്ടു സംശയമാണ്, ഞാൻ അത് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ജുഡീഷ്യറി ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആ കേസിന്റെ വിജയത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ രാജ്യത്തിനാകെ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സൂക്ഷിക്കുമ്പോൾ എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് ആണ് കോടതിയിൽ ആ ജഡ്ജ്മെന്റിൽ പറയുന്നത്. അതുകൂടാതെ ഇതിനെ കുറിച്ച് അന്വേഷണത്തിന് അതേ ജഡ്ജിനെ തന്നെ ചുമതലപ്പെടുത്തി. ആ ജഡ്ജി അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ കോടതിയിൽ പറഞ്ഞ കാര്യം മുഴുവൻ സത്യമാണ് എന്ന്
ആ കോടതി തന്നെ റിപ്പോർട്ട് ഉണ്ടായി. ആ റിപ്പോർട്ടിൽ ഇന്നെ കുറെ ആളുകൾ ഇത് ചെയ്തു എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പക്ഷെ കണ്ടുപിടിച്ച ആളുകൾ ശിക്ഷിച്ചില്ല. അപ്പൊ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസില് നിങ്ങളോ ഞാനോ ഒരു തെറ്റ് ചെയ്താൽ പോലീസിലേക്ക് കംപ്ലൈന്റ് കൊടുത്താൽ അത് ശിക്ഷിക്കപ്പെടും, അല്ലെ? അത് കേസ് എഫ്ഐആറോടും ശിക്ഷിക്കപ്പെടും. പക്ഷെ ഇത് ജുഡീഷ്യറിയിനുള്ളിൽ, കോടതി ഉള്ളിലിരുന്ന ഒരു മെമ്മറി കാർഡ് ആയതുകൊണ്ടാണ് കോടതിയുടെ പെർമിഷൻ അതിനു വേണ്ടി വരുന്നത്. എന്റെ കേസിൽ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു, ഈ കേസിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് എൻക്വയറിയിൽ തെളിഞ്ഞാൽ അവരെ CRPC പറയുന്ന നടപടികളിലൂടെ എന്ന് പറഞ്ഞാൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ശിക്ഷിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ കോടതി അത് നടപ്പിലാക്കാൻ തയ്യാറായില്ല. അപ്പൊ സാധാരണ രീതിയിൽ എനിക്കോ നിങ്ങൾക്കോ എതിരായിട്ട് ഒരു കേസാണെങ്കിൽ എനിക്ക് കണ്ടക്ട് കൊടുക്കാം. പക്ഷെ ജുഡീഷ്യറിക്കെതിരെ കണ്ടക്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് കണ്ടക്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഈ കേസിന് ജയിച്ച കേസാണ്. പിന്നെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ, ഞാൻ അന്നും അതിജീവിതയുടെ അഡ്വക്കേറ്റ് ആണ്. പിന്നീട് വന്നത് ഈ ട്രയൽ കോടതിയിൽ പ്രോസിക്യൂഷനാണ് കേസ് നടത്തുന്നത്. ഈ കേസ് എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റിന്റെ കേസ് നടത്തുന്നത് ആരാ? പ്രോസിക്യൂട്ടറാണ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്, അഡ്വക്കേറ്റ് രാജകുമാറാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടറാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒരുപാട് ക്രിമിനൽ കേസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് ഒരു 10-20 വർഷം പ്രോസിക്യൂട്ടർ ആയിരുന്നതാണ്. സ്റ്റേറ്റിന്റെ ആയിരുന്നു, CBIയുടെ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് അദ്ദേഹം ചെയ്യുന്നത് മർഡർ കേസ് 376 പ്രതികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ പ്രോസിക്യൂട്ടറായിട്ട് കിട്ടിയത് അതിജീവിതയുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് സാറാണെങ്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ ചെയ്തത് എന്തായിരുന്നു? അതിൽ ഈ CRPCയിലെ പ്രൊവിഷൻ പ്രകാരം വിക്ടിം അഡ്വക്കേറ്റിനെ ഒരു തരത്തിലും കോടതിയിൽ സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ വിത്ത് പെർമിഷൻ ഓഫ് പ്രോസിക്യൂഷനാണ് വർക്ക് ചെയ്യണത്. പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുക എന്നതല്ലാതെ ഒരു ജോലിയും എനിക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. പറയാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. എന്നെപ്പോലും സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ പോയി ഇരുന്നു എന്ന് പറയുന്നത് ഒരു ഡിസിഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. സാധാരണ ഏതെങ്കിലും ജൂനിയേഴ്സിനെയാണ് എല്ലാവരും പറഞ്ഞില്ല അത്തരം കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അത് ഞാൻ പോണത് പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. പ്രോസിക്യൂട്ടർക്ക് എന്റെ അസിസ്റ്റൻസ് അത്രമാത്രം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാ ദിവസവും ഞാനൊരു ഓഫീസിൽ നടത്തുന്ന ഒരു അഡ്വക്കേറ്റാണ്. എന്റെ കീഴിൽ ഒരുപാട് ജൂനിയേഴ്സ്, എന്റെ കയ്യിൽ ഒരുപാട് കേസ് ഉണ്ട്, ഒരുപാട് ഫയൽ ഉണ്ട്, ഒരുപാട് മനുഷ്യരുടെ ലൈഫ്. അതില് 12 മണി 12:30 ആയി കഴിഞ്ഞാൽ ഈ കോടതി ചെന്നിരുന്നു. വൈകുന്നേരം വരെ പ്രോസിക്യൂട്ടർ ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസത്തെ തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഒരു 2 മണി 1 മണി വരെ രാത്രി അവിടെ ഇരുന്നു. അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന അതിതീവ്രമായ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മണി 6 മണി 7 മണിയൊക്കെ ആവുമ്പോൾ എന്റെ ഓഫീസിൽ നിന്ന് റിവ്യൂ ആവാം. പക്ഷെ അത് ചെയ്യാതെ ഇത് അടുക്കള പണിയാണ്. ആ അടുക്കള പണി ചെയ്യുന്നത് ആരും ഒരിക്കലും ഒരു കണ്ടിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ. ഈ അതിജീവിതർ ഈ കേസ് നടത്തിയത് പ്രോസിക്യൂട്ടറാണ്. ആ പ്രോസിക്യൂട്ടർ 6 പേരെ ശിക്ഷിച്ചു. ആരും അഹങ്കരിക്കണ്ട. ആ പ്രോസിക്യൂട്ടറെ അങ്ങനെ ഒരാളെ അങ്ങനെ വിട്ടു എന്ന് കരുതി. ഇപ്പൊ TP വധക്കേസിൽ 2 പേരെ വിട്ടിട്ട് ഹൈക്കോടതിയിൽ ശിക്ഷിച്ചില്ലേ? സൂര്യനെല്ലി കേസ് ഹൈക്കോടതിയിൽ നിന്ന് എല്ലാവരെയും വിട്ടിട്ട് സുപ്രീം കോടതിയെ തിരിച്ചു എന്ന് എല്ലാവരും ശിക്ഷിച്ചു. എത്ര കേസ് എനിക്ക് പേര് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഇപ്പൊ നമ്മൾ പബ്ലിക്കായിട്ട് അറിയാതെ എത്രയോ കേസ്. ഈ കേസിൽ ഭാവിയിൽ മാറ്റം ഉണ്ടാകുന്നത് തന്നെയാണ്. ഉണ്ടാവണല്ലോ. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാര് അവിടെ എത്തിപ്പെട്ടത് വെറുതെ ഇല്ലല്ലോ. അവർക്ക് അതിന്റെ പഠിച്ചുകൊണ്ടതുകൊണ്ടാണ്. അവരാ കേസ് കേൾക്കും. ആ കേസ് കേട്ടാൽ അതിന് കൃത്യമായ ശിക്ഷ ഉണ്ടാവുന്ന ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ വിട്ടുപോയി എന്ന് പറഞ്ഞ് ആരും അഹങ്കരിക്കേണ്ട കാര്യമില്ല. അഹങ്കാരമൊക്കെ അത്ര അധികം പോകുന്നതിൽ വിട്ടു, അത് സത്യമാണ്. എനിക്ക് വ്യക്തിപരമായ ഇതിൽ അറിയില്ല. എനിക്ക് വ്യക്തിപരമായ ഇതിൽ ഒരു വൈരാഗ്യവുമില്ല. ഞാൻ കണ്ടിട്ടുമില്ല.
ഒരു ദിവസം കോടതിയിൽ വന്നപ്പോൾ അവിടെ നിൽക്കണം ഞാൻ കണ്ടു, സംസാരിച്ചിട്ടില്ല. അല്ലാതെ ദിലീപ് എന്ന വ്യക്തിയെ വേട്ടയാടാനോ ദിലീപ് എന്ന വ്യക്തിയെ എന്തെങ്കിലും ചെയ്യാനോ യാതൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എനിക്കില്ല. ആളുകൾ ഭയങ്കരമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഞാനാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഞാൻ നടത്തിയ കേസ് പെൻഡ്രൈവിന്റെ മെമ്മറി കാർഡിന്റെ കേസാണ്. ഈ കേസ് നടത്തുന്നത് അജുമാ സാറാണ്. എന്തുകൊണ്ട് അജുമാ സാറിന് ആളുകൾ പറയുന്നില്ല? സൈബർ അറ്റാക്ക് എന്ന് വിളിക്കുന്ന ഒരു സംഭവം നമ്മൾ ഏതൊരു മീഡിയയിലെ ക്ലിപ്പ് എടുത്ത് നോക്കിയാലും സൈബർ അറ്റാക്കിന്റെ ഏറ്റവും അധികം നേരിടുന്നത് അഡ്വക്കേറ്റ് TB മിനിയാണ്. വേറൊരു വക്കീലിന്റെ പേര് അവിടെ നല്ല കാര്യമല്ലേ? അധ്യാവസാനം TB മിനി. നല്ല കാര്യമല്ലേ? എനിക്ക് പ്രശസ്തിയാവല്ലേ ഞാൻ ചെയ്യുന്നത്? പക്ഷേ ആർക്കും അറിയില്ല. ഞാൻ ചെയ്തതാണ്. എന്റെ അധ്വാനം മുഴുവൻ ഈ 4 വർഷക്കാലം ആരും അറിയാതെ ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തക കൂടിയാണ്. ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ നടത്തുന്ന പ്രവർത്തനം സത്യത്തിൽ പുറത്തൊരാൾക്കും അറിയില്ല. ഞാനെടുത്ത് എന്റെ കൂട്ടുകാരായിട്ടുള്ളവര് നീ ചെയ്യുന്ന 2 പ്രൊഫഷൻ താങ്ക്ലെസ് പ്രൊഫഷനാണ്. 2 താങ്ക്ലെസ് പ്രൊഫഷൻ. പക്ഷെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിലാണ്. നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം CPM ഫാമിലിയാണ് ജഡ്ജി. CPM ഫാമിലി പറയീസേട്ടന്റെ നല്ല ഒരു മനുഷ്യനായിട്ടുള്ള പറയീസേട്ടന്റെ മകൻ. ഈ കേസിന് വിധി വന്നതിന് ശേഷം ഒറ്റ CPM-മാര് ആ വിധിക്ക് അനുകൂലമായി അവരെ ഫോട്ടം വെച്ചിട്ടോ അല്ലാതെ അനുകൂലമായി ഒരു വർത്തമാനം പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടില്ല. എനിക്ക് എന്റെ പ്രൊഫൈല് എന്റെ ഇതിൽ മുഴുവനും ബാലൻസ് മുഴുവൻ CPM-മാര് CPI-കാരൊക്കെയാണ്. വിധിയെ എതിർത്തില്ല എന്നാണ് പറഞ്ഞത്. അല്ലല്ല, വിധിയെ അനുകൂലിച്ചില്ല. വിധിയെ അനുകൂലിച്ചില്ല എന്നാണ്. പക്ഷേ ഈ വിധിയുടെ പേരിൽ ഈ ജഡ്ജിനെ ആരും കുറ്റപ്പെടുത്തരുത്, ജഡ്ജിന്റെ ഹിസ്റ്ററി അനുകൂലമാണ് എന്ന് എനിക്കറിയാവുന്ന ഒരു വക്കീല് പോസ്റ്റ് ഇടാൻ നോക്കുന്നു. അദ്ദേഹം പാർട്ടിയുടെ മെമ്പറാണ്. ഞാൻ പറയുന്ന വക്കീൽ അതൊക്കെ വേറെ രീതിയില് ജുഡീഷ്യറിയുടെ. പക്ഷെ ഞാൻ കണ്ട വേറൊരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ BJP പ്രൊഫൈലുകളും ഇൻക്ലൂഡിങ് കൃഷ്ണരാജ് ഒരു തരത്തിലും ഇവരുമായി രാഷ്ട്രീയമായി യോജിക്കാത്ത ഇത്തരം ആളുകൾ വ്യാപകമായി ഈ മേഡത്തിന്റെ ജഡ്ജിയുടെ പടമിട്ട് തന്നെ ഭയങ്കരമായി ഈ വിധിയെ അപ്രീഷിയേറ്റ് ചെയ്ത് ജഡ്ജി പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടു. അവരും ഇത് ചെയ്യാൻ പാടില്ലല്ലോ. ജഡ്ജിയുടെ പടം ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. ജഡ്ജിയുടെ പടം നമ്മൾ കാണുന്നത് തന്നെ ഇവരുടെ പ്രൊഫൈൽസിലാണ്. അത് കണ്ടിട്ടില്ലേ? എന്താ നമ്മള് പ്രശംസിക്കുന്നത് മാത്രമല്ലല്ലോ, ഒരാള് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല. ഈ ജഡ്ജ്മെന്റിനെ ക്രിയാത്മകമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. വ്യക്തിപരമായി ജഡ്ജിക്കെതിരായിട്ട് പറയുന്നതിലാണ് പ്രശ്നം കണ്ടക്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ കണ്ട ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞ സാധാരണ രീതിയിൽ എന്താ ആരാ വരേണ്ടത്? വർഗീസിന്റെ മകളും നേരത്തെ CPM-ന്റെ സജീവ പ്രവർത്തകയുമായ വർഗീസ് എന്ന ജഡ്ജിയെ ഒക്കിപ്പറയേണ്ടതും പ്രശംസിക്കേണ്ടതും ശരിക്കും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാകണ്ടേ. പക്ഷെ കണ്ടില്ല. തിരിച്ചാണ് കാണുന്നത്. BJP-ക്കാർ ഭയങ്കരമായി ഇതിനെ ചെയ്യാം. പിന്നെ ഈ കേസിൽ 6 പേരെ ശിക്ഷിച്ചില്ല. 6 പേരെ ശിക്ഷിച്ചല്ലോ. അത് നിസ്സാര കാര്യം. ഒരാളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടു, അല്ലെങ്കിൽ 4 പേരെ വിട്ടു, അതിൽ പ്രധാനമായി ഏറ്റിന് വിട്ടു എന്ന് പറയുന്നതിൽ ഇതൊക്കെ ഇനിയും എത്ര കോടതികളുണ്ട് സർ? അത് അങ്ങനെ വിട്ടു എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു കേസ് ഇപ്പൊ ഞാനൊക്കെ നടത്തുന്ന കേസിൽ ചില കേസ് ഞാൻ വിജയിക്കും, ചില കേസ് ഞാൻ തോക്കുന്നവർ അപ്പീൽ പോകും. ഞാൻ തോറ്റെങ്കിൽ ഞാൻ പോവും, എതിർഭാഗം തോറ്റ എതിർഭാഗം പോവും. ഇത് ജുഡീഷ്യറിയിലുള്ളത് ആരെങ്കിലും ഒരാളല്ലേ ജയിക്കൂ. പ്രമാദമായ കുപ്രസിദ്ധമായ ഈ കേസിലെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ തുടരും.